ഖലിസ്ഥാൻ ഭീകരൻ ഹർദീപ് സിംഗ് നിജ്ജാറിന്റെ കൊലപാതകത്തിൽ വീണ്ടും പോർമുഖം തുറന്ന് ഇന്ത്യയും കാനഡയും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നിജ്ജാറിന്റെ കൊലപാതകത്തിൽ പങ്കുണ്ട് എന്ന തരത്തിൽ പുറത്തുവന്ന കാനഡയുടെ റിപ്പോർട്ട് മോദിയെ ചെളിവാരി തേക്കാനുള്ള പ്രചരണത്തിന്റെ ഭാഗമാണെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ആരോപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയും ഒരേ വേദിയിലെത്തി പരസ്പരം ആശയവിനിമയം നടത്തുന്ന ചിത്രം പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇരു രാജ്യങ്ങളും വാക്പോര് വീണ്ടും ആരംഭിച്ചിരിക്കുന്നത്. നിജ്ജാറിനെ കൊലപ്പെടുത്താനുള്ള പദ്ധതി മോദിയുടെ അറിവോടെയാണ് നടപ്പാക്കുന്നത് എന്ന തരത്തിൽ ഒരു കനേഡിയൻ ഉദ്യോഗസ്ഥൻ ഗ്ലോബ്, മെയിൽ എന്നീ ദിനപത്രങ്ങളിൽ നൽകിയ അഭിമുഖമാണ് വിവാദമായി മാറിയത്. ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും വിദേശകാര്യ മന്ത്രിയും ഈ ഗൂഢാലോചനയിൽ പങ്കാളികളാണെന്ന് പ്രസ്തുത പത്ര റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കനേഡിയൻ സർക്കാർ സ്രോതസ്സിൽ നിന്ന് പത്രത്തിന് ലഭിച്ചെന്ന് പറയപ്പെടുന്ന ഇത്തരം അസംബന്ധമായ പ്രസ്താവനകൾ അർഹിക്കുന്ന പുച്ഛത്തോടെ തള്ളിക്കളയണമെന്നും ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാക്കാൻ മാത്രമേ കാരണമാവുകയുള്ളൂ എന്നും ജയ്സ്വാൾ പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര പ്രശ്നം നടന്നുകൊണ്ടിരിക്കെ മോദിയും ട്രൂഡോയും G20 ഉച്ചകോടി വേദിയിൽ എത്തിയത് വാർത്തകളിൽ ഇടം നേടിയിരുന്നു. ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നടന്ന ഉച്ചകോടിയുടെ സമാപന വേദിയിലാണ് ഇരു നേതാക്കളും കണ്ടുമുട്ടിയതും പരസ്പരം സംസാരിച്ചതും. G20 ഉച്ചകോടി സമാപന വേളയിൽ വൈകിപ്പോയതുകൊണ്ട് തിങ്കളാഴ്ചത്തെ ഗ്രൂപ്പ് ഫോട്ടോയിൽ ഉൾപ്പെടാതെ പോയ കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ, US പ്രസിഡന്റ് ജോ ബൈഡൻ, ഇറ്റലിയുടെ പ്രധാനമന്ത്രി ജോർജ മെലോനി എന്നിവരെ കൂടി ഉറപ്പാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം നേതാക്കൾ ചൊവ്വാഴ്ച വീണ്ടും ഫോട്ടോസിന് പോസ് ചെയ്യുന്ന ചിത്രമാണ് പുറത്തുവന്നത്. ജോ ബൈഡനുമായി ഇരുവരും ആശയവിനിമയം നടത്തുന്നതും പരസ്പരം ചിരിക്കുന്നതും ചിത്രത്തിലുണ്ട്. ബൈഡന്റെ ഇരുവശങ്ങളിലുമായിട്ടാണ് മോദിയും ട്രൂഡോയും ചിത്രത്തിന് പോസ് ചെയ്യാൻ നിന്നത്. തുടർന്ന് ഇരുവരും ബൈഡന്റെ മധ്യസ്ഥതയിൽ സംസാരിക്കുകയായിരുന്നു. ചിത്രം എടുത്തതിനു ശേഷം നേതാക്കളെല്ലാം കൈയടിച്ച് പരസ്പരം കൈകൾ ചേർത്ത് പിടിക്കുന്നതും പുറത്തിറക്കിയ വീഡിയോയിൽ കാണാം. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.